അവസാന നിമിഷം യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരും തത്കാൽ ടിക്കറ്റുകൾ ആശ്രയിക്കുന്നവരുമായ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു പുതിയ പരിഷ്കരണവുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുള്ള യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് കൺഫേം ആകുമോ എന്നതിനെക്കുറിച്ച് അവസാന നിമിഷം വരെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരില്ല. ട്രെയിൻ പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപ് തന്നെ ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ഈ പുതിയ മാറ്റം ജൂൺ 6 മുതൽ ബിക്കാനീർ ഡിവിഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങി. ഈ പരീക്ഷണത്തിന്റെ ആദ്യഘട്ട ഫലങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ആദ്യത്തെ 4 ദിവസത്തിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയും അവരുടെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തതായി കണ്ടെത്തി. നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 2.5 മുതൽ 4 മണിക്കൂർ മുൻപാണ് ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയിരുന്നത്. ഇത് ടിക്കറ്റ് കൺഫേം ആകാത്ത യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പുതിയ സംവിധാനം വരുന്നതോടെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ കയറാൻ കഴിയുമോ എന്ന് ഒരു ദിവസം മുൻപേ തന്നെ അറിയാൻ സാധിക്കും. ഡൽഹി, ബീഹാർ, UP, മുംബൈ, ബംഗാൾ, ഗുജറാത്ത് തുടങ്ങിയ ഉയർന്ന ഡിമാൻഡുള്ള റൂട്ടുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. ഈ റൂട്ടുകളിൽ പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റുകൾ 100 കണക്കിന് കടക്കാറുമുണ്ട്. ടിക്കറ്റുകൾ പലപ്പോഴും റിഗ്രറ്റ് എന്ന് രേഖപ്പെടുത്താറുമുണ്ട്. ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും മറ്റ് യാത്രാമാർഗങ്ങൾ തേടാനും ഇത് സഹായിക്കും. ഈ പുതിയ സംരംഭം ഇന്ത്യൻ റെയിൽവേക്ക് മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാനും സഹായകരമാകും. എത്ര യാത്രക്കാർക്ക് ടിക്കറ്റ് കൺഫേം ആയി എന്നും എത്ര പേർ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നും നേരത്തെ വിവരങ്ങൾ ലഭിക്കുന്നത് അധിക കോച്ചുകൾ ഏർപ്പെടുത്തുന്നതിനോ ക്ലോൺ ട്രെയിനുകൾ ഓടിക്കുന്നതിനോ മറ്റ് ക്രമീകരണങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതിനോ റെയിൽവേയെ സഹായിക്കും. ഈ സജീവമായ സമീപനം തിരക്ക് കുറയ്ക്കാനും മൊത്തത്തിലുള്ള യാത്രാനുഭവം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ടിക്കറ്റ് നിയമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തത്കാൽ ബുക്കിംഗുകളും മറ്റെല്ലാ റിസർവേഷൻ നടപടികളും പഴയതുപോലെ തന്നെ തുടരും. ഫൈനൽ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഇത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും തെരഞ്ഞെടുക്കാനുള്ള അവസരവും നൽകും. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മെയ് 21 ബിക്കാനീർ സന്ദർശിച്ചപ്പോഴാണ് ഈ ആശയം ഉടലെടുത്തത്. അവസാന നിമിഷത്തെ ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കാൻ ചാർട്ട് നേരത്തെ തയ്യാറാക്കണമെന്ന് പ്രാദേശിക റെയിൽവേ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുകയായിരുന്നു. മന്ത്രി ഉടൻ തന്നെ ഈ ആശയത്തിന് അംഗീകാരം നൽകുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ബിക്കാനീറിലെ പരീക്ഷണം വിജയമായതിനെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേ ഈ സംരംഭം മറ്റ് തിരക്കേറിയ റൂട്ടുകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ മാറ്റം ഇന്ത്യയിലുടനീളമുള്ള ട്രെയിൻ യാത്രയെ പരിവർത്തനം ചെയ്യും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുകയും തിരക്കേറിയ റൂട്ടുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ റെയിൽവേയെ സഹായിക്കുകയും ചെയ്യും. ഭാവിയിൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമതയും ഉപഭോക്തൃ സംതൃപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. യാത്രക്കാർക്ക് അവരുടെ യാത്രയെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആസൂത്രണം ചെയ്യാനുള്ള അവസരവും ഇത് നൽകുന്നുണ്ട്.